ഹായ് ഫ്രാൻസ്, ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. സായിയുടെ കാർ അപകടത്തിൽപ്പെട്ടു. നിഷാനയ്ക്കും നന്ദനയ്ക്കും പരിക്കേറ്റു എന്ന വാർത്ത സോഷ്യൽ മീഡിയ വഴി ഒരുപാട് വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാം അറിഞ്ഞു കാണുമല്ലോ. സായിയുടെ കാർ അപകടത്തിൽപ്പെടാനുള്ള കാരണത്തെക്കുറിച്ച് സായിയുടെ ഭാഗത്താണോ ശരി, ആ ഇടിച്ച ലോറി ഡ്രൈവറുടെ ഭാഗത്താണോ ശരി? ഇതേക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. കൂടുതലായിട്ട് നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞെട്ടിക്കുന്ന വാർത്തകൾ എല്ലാവരും കാണണം. സായിയുടെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പം സായിയുടെ ബർത്ത്ഡേ പങ്കെടുക്കാൻ നമ്മുടെ സിജോയും നിഷാനയും നന്ദനയും പോയിരുന്നു. അവര് ഇതെല്ലാം പരിപാടിയെല്ലാം കഴിഞ്ഞപ്പം സായിയുടെ വീട്ടിൽ നിന്ന് തിരിച്ച് നന്ദനയുടെ വീട്ടിൽ പോകണം. അപ്പോൾ സിജോയുടെ കാറ് ഉണ്ടായിരുന്നു. സിജോയുടെ കാറിൽ സായിയും സിജോയുടെ 1-2 സുഹൃത്തുക്കളും അങ്ങോട്ട് മുന്നോട്ട് പോയി. അപ്പം സായിയുടെ കാർ ഓടിച്ചിരുന്ന സായിയുടെ ഡ്രൈവറായിരുന്നു, സായിയുടെ ഫ്രണ്ടായിരുന്നു. അവിടെ ഇരുന്നത് നമ്മുടെ സ്നേഹയും നിഷാനയും നന്ദനയും ആയിരുന്നു. പിന്നെ ജിത്തുബായി, സായിയുടെ ഏറ്റവും സുഹൃത്തായ ജിത്തുബായും കൂടിയാണ് ആ കാറിലുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ സിജോയുടെ കാർ ഫ്രണ്ടിൽ പോയ സമയത്ത് സായിയുടെ കാർ പുറകിലായിരുന്നു. അപ്പോൾ കുറച്ച് ഇതായി കഴിഞ്ഞപ്പോൾ സ്നേഹയുടെ ഫോൺ സായിക്ക് വന്ന് നമ്മുടെ കാർ ആക്സിഡന്റ് പറ്റിയിരുന്നു. ഇവർ വന്നപ്പോൾ കാർ ആക്സിഡന്റ് കിടന്നു. ഇതിൽ ഞാൻ തിരക്കിയപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചു, സായിയുടെ സുഹൃത്തുക്കൾ വഴി അല്ലാതെ എനിക്ക് അറിയാൻ സാധിച്ചത്, ഈ സായിയുടെ കാറ് അവിടെ നിർത്തിക്കിടന്ന സൈഡിൽ കണ്ട് വന്ന സമയത്ത് പുറകെ കൂടെ വന്ന് ലോറി ഇടിച്ചത് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ലോറി ഇടിച്ചപ്പോൾ ഗ്ലാസിൻ്റെ ആ പുറകുവശം പോയി. പിന്നെ ആ ബാക്ക് വശം എന്ന് പറഞ്ഞാൽ പുറകിലെ ഗ്ലാസ് ഫുള്ള് നശിച്ചു. പിന്നെ ബൈക്കിലെ ആ ഇത് മൊത്തം ഇടിച്ച് ഒരു 3 ലക്ഷം രൂപയുടെ ഇതുണ്ട്. എന്തായാലും ജീവൻ എല്ലാവരും രക്ഷപ്പെട്ടല്ലോ, ഭാഗ്യം. നന്ദനയ്ക്ക് തലയ്ക്കാണ് പരിക്കേറ്റ്, നാദിറയ്ക്ക് ദേഹത്തിനാണ് ഇത് ചെയ്തത്. പിന്നെ അപ്പം തന്നെ നാദിറയല്ല, നിഷാനയ്ക്ക് ബോഡിയിലാണ് പരിക്കേറ്റത്. പിന്നെ നിഷാനയ്ക്ക് അപ്പം തന്നെ ഇതായി, ഹെൽത്തിൻ്റെ ഇഷ്യൂസ് ഉണ്ടായി. പിന്നെ അവരെ ആശുപത്രി അഡ്മിറ്റാക്കി. പക്ഷേ ഈ വന്നവർ, ഈ ലോറി ഡ്രൈവർ അവരെ അക്സെപ്റ്റ് ചെയ്തില്ല. അവർ പറയും നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ് എന്ന് പറഞ്ഞാൽ. അവർ എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന കാര്യത്തെക്കുറിച്ചൊക്കെയാണ്, പോലീസുകാരുടെ ഭാഗത്ത് നീതി കിട്ടിയില്ല എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. ഇപ്പോൾ ഇത്രയും വിവരങ്ങൾ ഇതായിട്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇവരുടെ തന്നെ ഈ സായിയുടെ കാറിന് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു എന്നാണ് സായി കരുതിയത്. പക്ഷേ ഇൻഷുറൻസ് തീർന്നിരിക്കുമായിരുന്നു, അതും ഒരു ഇഷ്യൂ ആയി. പിന്നെ ഇപ്പം ആ കാറ് നന്നാക്കണേ 3 ലക്ഷം രൂപ മുടക്കേണ്ട വരും. പക്ഷെ എന്നാലും നമ്മളൊരു ആക്സിഡന്റ് ആയ സമയത്ത് ആരുടെ ഭാഗത്താണ് ന്യായം എന്നറിയാതെ നാട്ടുകാർ വരെ, ഈ BMW ആണോ എന്ന് എനിക്കറിയില്ല, നാട്ടുകാർ വരെ മറ്റവർക്ക് സപ്പോർട്ട് ചെയ്തത്. പക്ഷെ ഈ വീഡിയോ കണ്ടിട്ട് പലർക്കും പറയാം, ബ്രോ എന്തിനാണ് സായിനെ സപ്പോർട്ട് ചെയ്യുന്നത്? സത്യമായിട്ട് നടന്ന കാര്യമാണ് പറയുന്നത്, അല്ലാതെ ആരും നമ്മൾ പൊക്കിക്കൊണ്ടുവരുമല്ല. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, സായിനെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, ഒരു ആക്സിഡന്റ് ഉണ്ടാകുമ്പം ഒരു ജീവനാണ്, ആ ജീവൻ നിലനിൽക്കാനാണ് നമ്മളെല്ലാം പറഞ്ഞത്. എന്തായാലും അവർക്ക് അത്രയല്ലേ പറ്റിയുള്ളൂ. എന്നുവെച്ചാൽ പെട്ടെന്നൊരു വേറെ വല്ല വണ്ടിയാണെങ്കിൽ അത് അപ്പോഴേ ഇടിച്ച് ആ പുറകിൽ നിന്ന് ഒരു ലോറി വന്ന് ഇടിക്കുമ്പോൾ അത് ആ ആഘാതത്തിൽ ആ ഇത് തന്നെ നശിച്ചു പോകും, ആ വണ്ടി തന്നെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. BMW ആയിട്ട് അത്രയും പറ്റിയുള്ളൂ. എന്തായാലും പോലീസുകാർ വരെ ഈ ഇടിച്ച ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ വളരെ വേദനാകരമായ ഒരു കാര്യമാണ്. പക്ഷെ ഇത് കണ്ടിട്ട് പല ആളുകളും സായിക്ക് അത് കിട്ടണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, നമ്മളൊരു ആക്സിഡന്റ് ആർക്ക് വേണേലും പറ്റും. അത് എല്ലാവരും ഒന്ന് ചിന്തിച്ചിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോയുടെ അവസാനിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു.